ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളിത് ഫാമിലി ആയിട്ട് ഒന്ന് എറണാകുളം വരെ കറങ്ങാൻ പോവാട്ടോ. അമ്മയ്ക്ക് എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പം അമ്മ ബസ്സിലൊക്കെ പോയി ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഓർത്ത് ചേട്ടൻ പറഞ്ഞു ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കൂടെ ഞങ്ങൾ ഇറങ്ങി. എന്നാൽ ആ വഴി വല്ലാർപാടം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചേ. പിള്ളേർക്കൊരു കറക്കവും പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് വലിയവർക്കും കൂടെ ഒരു കറക്കാവുമല്ലോ എന്ന് ഓർത്ത്. വീട്ടിൽ ഇരുന്ന് സമയം പോകുന്നില്ല, ബോറടിയായിരുന്നേ. ആദ്യം ഞങ്ങൾ എറണാകുളം കച്ചേരിപ്പടിയിലാട്ടോ പോയത്. അവിടെ ആട്ടോ അമ്മയ്ക്കൊരു കടയിൽ പോകാനുണ്ടായിരുന്നേ. അങ്ങനെ പോയതാണ്. അങ്ങനെ ആ ആവശ്യം കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ഇനി വല്ലാർപാടം പള്ളി പോവാട്ടോ. കുറേ നാൾ കൂടിയാട്ടോ ഞങ്ങൾ വല്ലാർപാടം പള്ളി വരുന്നത്. പണ്ട് ഞങ്ങൾ എപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ വല്ലാർപാടം പള്ളി. ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു സ്ഥലമാട്ടോ വല്ലാർപാടം പള്ളി. പണ്ട് ഞാൻ കുഞ്ഞിലെ ഇവിടെ വരുമ്പോൾ ഇവിടെ ബസ് സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ബോട്ടിനാണേ വന്നിറങ്ങുന്നത്. എറണാകുളം ചെട്ടിയിൽ പോയിട്ട് നമ്മൾ ബോട്ട് കയറി നേരെ വല്ലാർപാടം അവിടെ പോയി ഇറങ്ങും കേട്ടോ. എന്നിട്ട് അവിടെ നിന്നോ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ സൺഡേയിലും ഞങ്ങൾ പോവാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയാണേ പോകുന്നത്. അമ്മയുടെ ആങ്ങളെയും പിന്നെ ആങ്ങളയുടെ മക്കളും എല്ലാവരും ഉണ്ടാവേ. അതൊരു രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇങ്ങനെ നടന്നൊക്കെ വന്നത്. പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു കുളിർമയാട്ടോ. ഞാനെപ്പോഴും ആദൂസിനോട് പണ്ടത്തെ കാര്യമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ആദൂസിനാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വല്ലാർപാടം പള്ളി എത്തിയിട്ടോ. ഞങ്ങൾ ഇനി അകത്തോട്ട് പോവാണേ. ഇന്നിവിടെ വന്നപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. സൺഡേ അല്ലേ, ഇവിടെ കുർബാനയൊക്കെ ഉള്ളത് കാരണം ഒരുപാട് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അങ്ങനെ മെഴുകുതിരിയും വാങ്ങി ഞങ്ങളത് അകത്തോട്ട് പോവാട്ടോ. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടേ. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നേ. തമിഴ് കുർബാനയായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. വാദിക്കയിന്ന് തൊഴുതിട്ട് ഞങ്ങളത് നേരെ മെഴുകുതിരി എത്തിക്കാൻ വേണ്ടി പോന്നു കേട്ടോ. രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് മെഴുകുതിരി എത്തിക്കാന്ന് പറഞ്ഞു കേട്ടാ. ആദൂസാണെങ്കിലോ ദേവുട്ടിനെ കൈയൊക്കെ പിടിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു കൂട്ടാ. ഇനി ഞങ്ങൾ അടിമ കൊടുക്കാൻ വേണ്ടി വന്നതാണേ. ഇവിടെ വന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ പക്ഷികളെയൊക്കെ കണ്ട് ഇവിടെ നിന്നൂട്ടാ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പക്ഷികളെയൊക്കെ കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അതും കണ്ട് നിന്ന് ആദൂസ് ഓടി മീൻ കാണാൻ വേണ്ടി വന്നൂട്ടാ. ഇവിടെ വന്നപ്പോൾ ആകെ 2-3 മീനൊക്കെ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേ. ആദ്യക്കൂട്ടിന് അത്രയും പിടിച്ചില്ല കേട്ടോ. അപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പള്ളിയിലും തൊഴുത് നേർച്ചയൊക്കെ കഴിഞ്ഞൂട്ടാ. ഇനി പള്ളിമുറ്റത്ത് വന്ന് കുറച്ച് പേര് ഇവിടെ നിന്നേ. ഇവിടെ ആളൊന്നും ഇല്ലാത്ത കാരണം ഈ ഒരു സൈഡിൽ മാത്രം കേട്ടോ ആൾ കുറവുള്ളത്. അപ്പോഴത്തേ ഞങ്ങൾ ഇവിടെ വന്നിരുന്നൂട്ടാ. ആദ്യക്കൂട്ടിന് ആ ദിവസം നന്നുമ്മയൊക്കെ ഭയങ്കര ഓടിക്കളിയായിരുന്നേ. എല്ലാം കഴിഞ്ഞേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഞങ്ങൾക്കിനി എങ്ങോട്ടും പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഒരു സ്ഥലത്തേക്കും കൂടി പോയിട്ട് പോകാമെന്ന് വിചാരിച്ചേ. എങ്ങോട്ടാണെന്ന് ഞാൻ വഴിയേ പറയാട്ടോ. ആദ്യക്കൂട്ടൻ സ്നാക്സ് ബോക്സ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് കഴിക്കുമായിരുന്നു. നുറുക്കും കപ്പലിന് മിഠായും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒന്ന് ജനറൽ ഹോസ്പിറ്റൽ വരെ പോവാട്ടോ. എന്തിനാണെന്നല്ലേ, അമ്മ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് ഒന്ന് സ്ലാബിൽ തട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് വീർത്ത് വരാൻ തുടങ്ങി കേട്ടോ നെറ്റിയുടെ ഭാഗം. ചെറിയൊരു ചതവ് മാത്രം ഉള്ളതുകൊണ്ട് കാണിക്കേണ്ടെന്നാട്ടോ അമ്മ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടും അമ്മ വന്നില്ലേ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് വീർത്ത് വരാൻ തുടങ്ങി ആ ഭാഗത്തെ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ചെറുതായിട്ടൊന്ന് പേടി തുടങ്ങിയിട്ടാ. ഞങ്ങൾ ഒരുപാട് തവണ മരുന്നിന് പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ താനെ പോവാന്ന് പറഞ്ഞിട്ടാ. ഇപ്പോൾ വല്ലാർപാടം പള്ളി പോയി വന്ന വഴിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കയറി കാണിച്ചു കേട്ടാ. അമ്മ അവിടെ കാണിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. ഞങ്ങൾ ആ ടൈമിൽ പിള്ളേരായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഇവർ ഒന്ന് ചുമ്മാ പാർക്ക് കാണിക്കാമെന്നോർത്ത് ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാർക്കിലാണെങ്കിലോ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല കേട്ടോ. പിന്നെ അമ്മേനെ കാണിച്ചു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അതിൽ ഐസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞേ. പിന്നെ വേദനയുടെ ഗുളികയും നീര് വെച്ചാലുള്ള ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പിള്ളേർക്കൊക്കെ ചെറുതായിട്ടൊന്ന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കള്ളൂർത്തി നടയിലുള്ള ഹക്കോയി കയറിയിട്ട് ഇവർക്ക് ഓരോ മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടാ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇനി വീട്ടിലോട്ട് പോവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.